ഞാൻ പിന്നെ സ്കൂളിലെല്ലാം പഠിക്കുന്ന ടൈമിൽ ഞാനും ഈ ബസ്സിൽ പോയിക്കൊണ്ട് തന്നെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ബസ്സൊക്കെ കാണുമ്പോൾ അവർ ഓടിക്കുന്നേ, അപ്പോൾ എനിക്ക് അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു മോഹമായിരുന്നു ഈ സീറ്റിലൊന്നും ഇരിക്കണം എന്നുള്ളത്. ആൺകോയ്മ നിലനിൽക്കുന്ന ഡ്രൈവർ സീറ്റിലെത്തിയ 21-കാരി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യാത്രക്കാരുടെ വിശ്വാസ്യത നേടിക്കഴിഞ്ഞു. ലൈസൻസ് എടുത്ത് മാസങ്ങൾക്കുള്ളിൽ ബസിന്റെ സാരഥിയായി രംഗത്തിറങ്ങിയതോടെ താരപരിവേഷത്തിലാണ് ആതിര. ഡ്രൈവിങ്ങിനോടുള്ള അഭിനിവേശമാണ് ആതിരയെ ബസ് ഡ്രൈവറാക്കി മാറ്റിയത്. അച്ഛനാണ് എനിക്ക് മുമ്പേ ഡ്രൈവിങ്ങിൻ്റെ എല്ലാം ഇതാക്കി തന്നത്. പക്ഷേ ബസ്സിൽ ഞാൻ എത്തിയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള സുരേഷ് ഏട്ടൻ അവരാണ് എനിക്ക് ഡ്രൈവിങ് ഇതിൽ സെറ്റാക്കി തന്നത്. ചുക്രിയ ബസ്സിൻ്റെ ഓണർ എന്ന് വെച്ചാൽ വിദ്യാനഗർ മുഹമ്മദ് കുഞ്ഞ് വിദ്യാനഗർ അദ്ദേഹമാണ്. എനിക്ക് ഈ ബസ് ജീവനക്കാരിൽ നിന്ന് നല്ല സപ്പോർട്ട്, നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ നാട്ടുകാരിൽ നിന്നും. പിന്നെ ചിലവർക്ക് എന്നെ കാണുമ്പോൾ ഏജ് 21 വയസ്സായിട്ടേ ലൈസൻസ് ഹെവി ലൈസൻസ് കിട്ടിയിട്ടേ അങ്ങനെ ഒരു ഡൗട്ടെല്ലാം വരുന്നത്. അത് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ഹൈറ്റ് വെയിറ്റ് വേണം എന്നൊരു ധാരണ അവർക്ക് ഇല്ലതുകൊണ്ടാവാം അങ്ങനെ. പക്ഷേ എനിക്ക് ഹൈറ്റ് വെയിറ്റ് ആ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ സന്തോഷങ്ങളിൽ ആതിരയുടെ ബസ് ഡ്രൈവർ വേഷവും ഇടം പിടിച്ചു കഴിഞ്ഞു. അച്ഛനൊരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് എന്നെ അതിലേക്ക് വിടാൻ അച്ഛന് നല്ല താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ പറഞ്ഞു, അച്ഛന് ഇത്ര സന്തോഷം നീ ചിലപ്പോൾ ഇത് 10th എക്സാമിന് പോലും ഫുൾ മാർക്ക് എടുത്തില്ലെങ്കിൽ പോലും ഇത്ര സന്തോഷം ഉണ്ടാവട്ടില്ല എന്നൊരിതുണ്ടായി. ഇഷ്ടമേഖലയായ ഡ്രൈവിങ്ങിന് അവധി നൽകി മറ്റൊരാഗ്രഹത്തിൻ്റെ പിന്നാലെ കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആതിര. ബികോം ബിരുദധാരിയാണെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാകണമെന്ന മോഹവുമായി പഠനത്തിൻ്റെ വഴിയിലേക്ക് തിരിയാനൊരുങ്ങുകയാണ് ഈ ചെറുപ്പക്കാരി. ക്യാമറാമാൻ ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം വിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.